മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ജീവിതത്തിൽ നന്നാകണം എന്ന് ആഗ്രഹം ഇല്ലാത്തവർ വളരെ കുറവാണ്. അങ്ങനെ ആഗ്രഹം ഇല്ലാത്തവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ നന്നാവണ്ട എന്ന് വാശി പിടിക്കുന്നവരാണ്. അങ്ങനെ നന്നാവരുത് എന്ന് പ്രതിജ്ഞ എടുത്തോണം ജീവിക്കുന്നവരുടെ അടുത്ത് നമ്മൾ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ നന്നാവുന്ന ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയും അവർക്ക് നന്മകൾ ആശംസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. അല്ലാതെ ചെയ്യുന്നത് എന്തും അവരെ കൂടുതൽ കടുപ്പിക്കുകയുള്ളൂ. ഒരു പ്രയോജനമില്ല. ഈ നന്നാവണം എന്നുള്ള ആഗ്രഹം നന്നാവാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കും, നന്നാവണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നന്നാവാനും സാധിക്കില്ല, സുഖമാവാനും കഴിയില്ല, മെച്ചപ്പെടാനും കഴിയില്ല, ഉയരാനും കഴിയില്ല, വളരാനും കഴിയില്ല. ആഗ്രഹം എൻ്റെ മനസ്സിലാണ് ആദ്യമേ ഉണ്ടാവേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ്. ആ ആഗ്രഹമുണ്ടെങ്കിൽ അതാണ് പിന്നീട് അതിന് ചിറക് മുളച്ചിട്ടാണ് പിന്നെ നമ്മൾ പറക്കുന്നത്. അപ്പോൾ ആ ആഗ്രഹത്തെ നമ്മൾ സ്വപ്നമെന്നോ അംബീഷനെന്നോ പകൽ കാണുന്ന ഡ്രീമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവണം, നന്നാവണം. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാനോ, ഓടേണ്ടപ്പോൾ ഓടാനോ, സാവധാനത്തിൽ പോകേണ്ടപ്പോൾ സാവധാനത്തിൽ പോകാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ഒരു ലക്ഷ്യം മുന്നിലില്ല എന്നുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോവില്ല. അത് കുറച്ച് കഴിയുമ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയില്ല എന്ന പാട്ടുപാടിയാണ് അത് എവിടെയൊക്കെയോ ചെന്ന് അവസാനിക്കും. മനുഷ്യൻ്റെ ജീവിതം എവിടെയോ ചെന്ന് അവസാനിക്കാനുള്ളതല്ല. മനുഷ്യൻ്റെ ജീവിതം അവന് ഒരിക്കൽ മാത്രമുള്ളതാണ്, അത് വിലപ്പെട്ടതാണ്. അത് എവിടെയോ ചെന്ന് അവസാനിക്കാനുള്ളതല്ല, ഒരിടത്ത് മാത്രം അവസാനിക്കാനുള്ളതാണ്. അതെൻ്റെ നന്മയാണ്, അതെൻ്റെ വിജയമാണ്, അതെൻ്റെ ഉയർച്ചയാണ്, അതെൻ്റെ ഐശ്വര്യമാണ്, അതെൻ്റെ നിത്യശാന്തിയാണ്, നിത്യതയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ലക്ഷ്യം കൃത്യമായും വ്യക്തമായും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അതിനെ ചുറ്റിപ്പറ്റി നമ്മുടെ സ്വപ്നങ്ങൾ നാം ക്രമീകരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ ലക്ഷ്യം മുന്നിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. ലക്ഷ്യത്തിൽ എത്തിയാലും എത്തിയില്ലെങ്കിലും, ലക്ഷ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെയോ ജീവിക്കും. എങ്ങനെയോ ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ആ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആ ലക്ഷ്യത്തെ നോക്കിക്കൊണ്ട് ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ നോക്കി ജീവിക്കുമ്പോൾ നമുക്ക് വഴി തെറ്റുകയുമില്ല, ശരിയായ വഴിയിൽ നടക്കുകയും ചെയ്യും. ആ ലക്ഷ്യത്തിന് യോജിക്കാത്ത എല്ലാത്തിനെയും മാറ്റിക്കളയാനായിട്ടുള്ള ആ ഒരു മനസ്സ് നമ്മൾ രൂപീകൃതമാവുകയും ചെയ്യും. നേരെ മറിച്ച് ആ ഒരു ആഗ്രഹം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലോ എന്ത് അഴുക്കിലൂടെ പോയാലും അതൊന്നും ഒരു തെറ്റായിട്ട് തോന്നുകയുമില്ല. എന്തെല്ലാം തിന്മ നമ്മളുണ്ടെങ്കിലും അതിനെല്ലാം നന്മയായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യും. കാരണം എവിടെയോ എന്തോ എങ്ങനെയോ അങ്ങനെ ഒരു ജീവിതമായിട്ട് മാറും. എവിടെയോ എന്തോ എങ്ങനെയോ എന്നുള്ള ജീവിതമാകാതെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുവാനും, ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും, അത് സാധിക്കുവോളം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയട്ടെ. അവിടെയാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. അതിനാണ് ഓരോ ദിവസവും നമുക്ക് പുതുതായിട്ട് ദൈവം തരുന്നത്. ഈ ദിവസം തരുന്ന പുതുമയോടുകൂടി എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യൂ.